بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് യാസീൻ 60 മുതൽ 65 വചനം വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. അലം അഅഹദ്, ഇവിടെ അലം സാക്കിനായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. അലം അഅഹദ്, അ എന്ന് പറയുമ്പോൾ ഐന് തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. അവിടെ ഒരു ഹംസ പോലെ ഷിദ്ദത്ത് പാടില്ല, പൂർണ്ണമായ റഖാവത്തും അല്ല. അഅഹദ്, ദാല് ഖൽഖല നൽകി ദാലിൻ്റെ സുക്കൂൻ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ഇലൈക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി, യാ ബനി ആദം, യാ ബനി. ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യാഇനെ യാ ബനി ആദമ, അല്ല ഹംസ വ്യക്തമായി ഉച്ചരിക്കണം. ഷിദ്ദത്തിൻ്റെ ഹർഫാണ് ഹംസ. അല്ലാ തഅ്ബുദു ശൈത്വാൻ, അൻ ല സക്കിന നൂനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലാ തഅ്ബുദു ശൈത്വാൻ, തഅ്ബുദു എന്ന വാവിനെ ഹദ്ഫ് ചെയ്യേണ്ടതാണ്. ഇൽതിഖാഉ സാക്കിനൈൻ, 2 സുക്കൂനുകൾ ചേർന്നു വന്നു എന്ന കാരണത്താൽ. അല്ലാ തഅ്ബുദു ശൈത്വാൻ, ത്വാഇനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇന്നഹു ലക്കും, ഇന്നഹു നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഹഉദ്ദമീറിന് മദ്ദുസ്സില സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം കൊടുക്കുക. ലക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. അദുവും മുബീൻ, അദുവും ഓം ഒരു അവ്യക്തമായ വാവല്ല. അദുവുൻ, വു എന്ന ഷദ്ദ് നൽകപ്പെട്ട വാവിനെ തൻവീൻ ഓടുകൂടി അതിൻ്റെ തൻവീൻ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി. അദുവും മുബീൻ വഅനിഅ്ബുദൂനി, നേരത്തെ സൂചിപ്പിച്ച പോലെ വഅൻ ഉഅ്ബുദൂനി എന്ന 2 പദങ്ങൾ, 2 സുക്കൂനുകളാണ് അവിടെ വരുന്നത്. ഇൽതിഖാഉ സാക്കിനൈൻ. ഇതിൻ്റെ പരിഹാരമായി നൂനിന് ഹറക്കത്ത് കൊടുത്ത് കസ്റ് കൊടുത്തുകൊണ്ട് വഅനിഅ്ബുദൂനി എന്ന് ഓതേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ ഉഅ്ബുദൂനി, വഖഫിലും വസ്ലിലും ഒക്കെ തന്നെ ആ യാഇനെ അധികം ദീർഘിപ്പിക്കരുത്. വഅനിഅ്ബുദൂനി അത്ര മതി. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ അവിടെ ദീർഘം നൽകാവൂ, കൂടുതൽ ദീർഘിപ്പിക്കരുത്. ഹാദാ സിറാത്തും മുസ്തഖീം, ഹാദാ സിറാത്തുൻ, സ്വാദ് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം നൽകുക. റാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം, ത്വാ തഫ്ഖീം. അപ്പോൾ ഈ അക്ഷരങ്ങൾക്കൊക്കെയും തഫ്ഖീമാണ്. മുസ്തഖീം എന്നതിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീം, കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം.
ഇപ്രകാരം തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് പൂർണ്ണമായ ശരിയായ അതിൻ്റെ അളവനുസരിച്ചുള്ള തഫ്ഖീം കൊടുക്കണം. അല്ലാത്ത അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. മുസ്തഖീം, ഇവിടെ മുസ്തഖീം എന്ന് സീനു സ്വാദും താഉം ഒന്നും ആയി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിറാത്തുൻ എന്ന തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഹാദാ സിറാത്തും മുസ്തഖീം. വലഖദ് അദല്ല. വലഖദ് ഖാഫിന് മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. വലഖദ് അദല്ല. അദല്ല ളാദിന് തഫ്ഖീം കൊടുക്കുക. മിൻകും സകിനാനൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ചോതുക, വ്യക്തമാക്കി മണിക്കുക. മിൻകും എന്നതിലെ സകിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻകും ജിബില്ലൻ കസീറ. ജിബില്ലൻ ആ തൻവീനിനെയും ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. കസീറ റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ അവിടെ ദീർഘം നൽകാവൂ, കൂടുതൽ നീട്ടി നിർത്തേണ്ടതില്ല. ജിബില്ലൻ കസീറ. അഫലം തകൂനു തഅഖിലൂൻ. അഫലം സകിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. തകൂനു തഅഖിലൂൻ ഖാഫ് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഹാദിഹി ജഹന്നം. ജഹന്നമു നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഓതണം. ഹാദിഹി എന്നതിലെ ഹാഇന് ളമീറിൻ്റെ വിധി തന്നെയാണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാദിഹ് എന്ന് സുക്കൂനാണെന്നർത്ഥം. ഹാദിഹി ജഹന്നമുല്ലതീ കുൻതും തൂഅദൂൻ. കുൻതും സകിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. സകിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. തൂഅദൂൻ ആയിനെ വ്യക്തമാക്കുക. ഈ വചനത്തിൽ തഫ്ഖീമിൻ്റെ ഒറ്റ അക്ഷരം പോലും ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലൗഹൽ യൗമ. ഇസ്ലൗഹ സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കേണ്ടതാണ്. അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ തൂഅദൂനസ്ലൗഹ എന്ന് ഹംസത്തുൽ വസ്ല് സ്വാഭാവികമായും ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാവേണ്ടതാണ്. തൂഅദൂനസ്ലൗഹ മുറിച്ചോതുകയാണ്. ഇസ്ലൗഹ ആ ഹംസക്ക് കസ്റാണ്, കാരണം 3ാമത്തെ അക്ഷരത്തിന് ഫത്ഹാണല്ലോ, ലാമിന് ഫത്ഹാണ് എന്നതുകൊണ്ട് നമുക്കറിയാവുന്ന നിയമമാണ്. ഹംസത്തുൽ വസ്ല് ഫിഅലിൽ വരുമ്പോൾ, ക്രിയാരൂപങ്ങളിൽ വരുമ്പോൾ 3ാമത്തെ അക്ഷരത്തിന് ദമ്മുണ്ടെങ്കിൽ ഹംസക്ക് ദമ്മ് കൊടുക്കണം, അല്ലെങ്കിൽ ഹംസക്ക് കസ്റ് കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇസ്ലൗഹൽ യൗമ. ഇസ്ലൗഹ എന്ന അലിഫും ഹദ്ഫ് ചെയ്യണം, ഇൽതിഖാഉ സാക്കിനീന് വേണ്ടി ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും സാക്കിന നൂൻ അവ്യക്തമാക്കി മണിക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവി. ബിമാ കുൻതും തക്ഫുറൂൻ റാഇന് തഫ്ഖീം കൊടുക്കുക. അൽ യൗമ നഖ്തിമു അവിടെയും ഹംസത്തുൽ വസ്ലാണ് ചേർത്ത് ഓതുമ്പോൾ തക്ഫുറൂൻ അൽ യൗമ എന്നാണ് ഓതുക. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഷഫവിയായ അക്ഷരങ്ങൾ വ്യക്തമാക്കി ഉച്ചരിക്കുക. അല എന്നതിലെ അലിഫിന് മദ് മുൻഫസിൽ നൽകി
നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ ജായിസാണ്. അഫ്വാഹിഹിം വതുകല്ലിമുന സാക്കിന മീം ഇൽഹാർ ഷഫവി. വതുകല്ലിമുന ദീർഘം മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ ജായിസാണ്, അനുവദനീയം. وتكلمنا أيديهم وتشهد أرجلهم أيديهم ساكن ميم إظهار شفوي واوين منبل സൂക്ഷ്മത വേണം. وتشهد أرجلهم أرجلهم റായിന് തഫ്ഖീം കൊടുക്കുക. أرجلهم സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി ചെയ്ത് ബായിന് മുമ്പിൽ മറച്ചു മണിച്ചോദനം. അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. തർഖീഖ് ചെയ്ത് നേർപ്പിച്ച് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون